അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് ഇത് വരുന്നത്. ഇത് ഡോക്കിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ഇവിടെ ഒരു ലുക്കൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്കിൻ്റെ സ്റ്റാഫ് വന്നപ്പോൾ. അപ്പോൾ ആ ലുക്കൗട്ട് കാണാൻ വേണ്ടി പോവാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലുക്കൗട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പോയി നോക്കുകയാണ് കേട്ടോ. ഇതാ നമ്മൾ വണ്ടി കേട്ടോ. എന്താ അതിലാട്ടോ തോന്നുന്നു കയറേണ്ടത്. കാണിച്ചത് ഇതാണ് ഇങ്ങോട്ട് പോകണ്ടേ. ഇവിടെ ഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഓക്ലാൻഡിലൊക്കെ സെറ്റ് ചെയ്ത മാതിരി അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യണത്. കാരണം ഇതിന് കുറെ ഫണ്ട് കിട്ടും, കുറെ ആളുകൾ വരുന്നുണ്ട്. നമ്മളൊന്ന് നമ്മൾ ക്യാമ്പ് ചെയ്തപ്പോൾ കൊടുത്ത പൈസ ഇതിലൊക്കെ പോകുന്നത്. ഇതാട്ടോ നമ്മളെ വണ്ടി ഇവിടെ കാണണേ. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസർവേഷന്റെ ഇതാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയുള്ള വ്യൂ. കുഞ്ഞി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഡേ 4 3 അല്ലല്ലേ? ഡേ 4 എന്താ നിങ്ങളെ സൗത്ത് ഐലൻഡ് എക്സ്പീരിയൻസ്? മൂഞ്ചിപ്പോയല്ലേ? ഓട്ടം സീസണിലൊക്കെ വന്നാൽ മതി എന്ന് തോന്നി. എത്തുവോ എത്താനായിട്ടോ. ഇതാണ് ലുക്കൗട്ട് വരുന്നത്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ആക്ച്വൽ ലുക്കൗട്ട്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാട്ടോ. ഇതൊന്ന് കാറൊന്ന് വൈപ്പ് ചെയ്യും. ഇതാണ് കേട്ടോ ക്യൂൺസ്റ്റോൺ സെൻട്രൽ ഭാഗം വരുന്നത്. അവിടെയുള്ള വീടുകളാണ്. ശരിക്കും ഇത് ഓട്ടം സീസണിലാണ് ഒന്നുകൂടി ഭംഗി. നമ്മുടെ ഈ വീഡിയോയിലും ഫോട്ടോയിലും കാണുമ്പോൾ പല പല കളർഫുൾ ആയിട്ട് അല്ലേ, ഒന്നുകൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. പക്ഷെ നമ്മൾ വന്നത് സമ്മറിലായോണ്ട്, പക്ഷെ സമ്മറിലായോണ്ട് പെരും മഴ കേട്ടോ. സമ്മറിലായോണ്ട് മഞ്ഞൊക്കെ കാണാൻ പറ്റും. എന്നിട്ടാ കാണുന്നതാണ് സംഭവം. രസമുണ്ട്, രസമില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഫോട്ടോയിൽ നമ്മള് വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ഇല്ല. പക്ഷെ അത് സീസണിന്റെ ഒരു പ്രശ്നേക്കാരം. ഇതാണ് കേട്ടോ യഥാർത്ഥ ക്യൂൺസ്റ്റോൺ. ബ്ലോക്കിലാണ്, സെൻട്രൽ ഭാഗമാണ്. ക്യൂൺസ്റ്റോൺ ആണ് ഏറ്റവും മനോഹരമായ സ്ഥലം എന്നാണ് ന്യൂസിലാൻഡിലെ ആളുകൾ പറയപ്പെടുന്നത് അല്ലേ? ചിലപ്പോ ഈ കളറൊക്കെ ഇതിന്റെ കളറൊക്കെ അതുണ്ടാവും, വേറെ കളറില്ലേ? അതേപോലെ ഓട്ടം സീസണിൽ ഓട്ടത്തില് നല്ല ഭംഗി ഉണ്ടാവും. സീസണിന്റെ ഒരു പ്രശ്നമാണെന്നുള്ളൂ. നമ്മളിപ്പോ വന്നത് സമ്മറിലാണ്, പക്ഷെ നല്ല മഴയാണ്. ഈ ബിൽഡിംഗ് നല്ല ഭംഗിയുണ്ട് ഉണ്ടോ? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്കെ ഇല മാറി ഇതൊക്കെ വരുമ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ നല്ല രസമുണ്ടാവും ഫോട്ടോസിലൊക്കെ. ഇതിപ്പോ ആകെ ലൈറ്റിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ടേ വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇന്നലെ പോയ കുത്തനുള്ള റോഡാണ് കേട്ടോ. പേടിയാവാ. സിറ്റി കുറച്ചൊക്കെ രസമുണ്ടല്ലേ? ഒരു പഴയ ടൗണ്. ഇതാണ് യഥാർത്ഥ ക്യൂൺസ്റ്റോൺ കേട്ടോ. ഇതല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഏരിയ, ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്തതൊക്കെ നല്ല
നല്ല മഴയാണ്. വേറെ നിവർത്തില്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾക്ക് കഴിയുള്ളൂ. നമ്മള് വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള ഫേഗ് ബർഗർ കഴിക്കാൻ പോവാണ്. ഇനി അവിടെ നല്ല തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വാങ്ങൂല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ബർഗർ. പക്ഷെ ഇത് ഏറ്റവും ഫേമസ്, ന്യൂസിലാൻഡിൽ ഏറ്റവും ഫേമസ് ആയ ബർഗർ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. തിരക്ക് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ വാങ്ങൂല അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ബർഗർ? ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ട്രൈ ചെയ്യാലോ. രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എവിടെയാണ് വരുന്നത്, റൈറ്റിൽ നിന്നാണ് കാണിച്ചത് നമ്മളെ ഗൂഗിളം അല്ലേ, ഗൂഗിളം വെച്ച്. ഇതാണ് നമ്മളെ യഥാർത്ഥ ക്യൂൻസ്റ്റോൺ വരുന്നത്. ഇതാണ് കേട്ടോ, കാണുന്നുണ്ടോ അറിയില്ല. ഇതാ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓ ക്യൂ നോക്കി ഗൈസ്, അവിടെ വരെ ഉണ്ട് ക്യൂ. നമ്മൾ ഈ ഒന്നിനു വേണ്ടി ക്യൂ നിന്നാ മുതലാവില്ല. നിങ്ങൾക്ക് ഈ ക്യൂൻസ്റ്റോണിന്റെ ഈ സെന്റർ ഭാഗം, ഈ ഭാഗമൊക്കെ കണ്ടിട്ട് ഏത് സ്ഥലമാണ്, കണ്ടിട്ട് എന്ത് സ്ഥലമാണ് തോന്നുന്നതെന്ന് പറയണം കേട്ടോ. കമന്റ് ചെയ്യണം, എന്തായാലും കമന്റ് ചെയ്യണം. രസമുണ്ട്, പക്ഷെ നമ്മളെ സീസണിന്റെ ഒരു ഇതാണ് അല്ലേ, മഴയും ആകെ. ഇതെന്താ എന്താണ് ഈ കാണുന്ന ആളുകളൊക്കെ ഇത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ. ഞങ്ങൾ എന്താട്ടെ, ഒരു കബാബ് ഷോപ്പ് ഉണ്ട് അപ്പുറത്ത്. അപ്പം അത് ഒരാളെ വിട്ട് ഒരാൾ കബാബ് വാങ്ങാൻ പോയി, ഒരാൾ വരിയിലും നിന്നു. അങ്ങനെ ചെയ്തു കേട്ടോ. ഇവിടെ വന്നപ്പം കുഞ്ഞ് നമ്മളെ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ എന്തിനാ ക്യൂ നിൽക്കണേ? ന്യൂസിലാൻഡിലെ ഏറ്റവും ഫേമസ് ബർഗർ, വേൾഡ് ഫേമസ് ആണെന്നാ പറയണേ പലരും. ഇത് തരും നമുക്ക്, മെനു കാർഡ് തരും. അതിന്റെ ക്യൂ ആണ്, ഇതാണ് അതിന്റെ ക്യൂ. നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇനിയും പകുതി പോകാനുണ്ട്. ഇവിടെ ഓരോ സിഗ്നേച്ചർ എനിക്കുണ്ട്. ദ ഫേഗ് ബർഗർ എന്ന് പറഞ്ഞ ബർഗർ തന്നെ തോന്നുന്നു ഫസ്റ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ട് നോക്കാം. ക്ലാസിക്. ഞാൻ തിരക്ക് കാണിച്ചു കേട്ടോ. ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ നേരെ നമുക്ക് കൺട്രോളറായിട്ട് നമുക്ക് ആസ്വദിക്കാം. ഇത് ശരിക്കും ക്യൂൻസ്റ്റോണിക്ക് വരുന്നോലെ ഈ ആക്ടിവിറ്റി ചെയ്യാൻ വരുന്നാൽ മതി, അല്ലാതെ വലിയ